മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ നമ്മൾ തീരെ അംഗീകരിക്കുന്നില്ല. സുന്നികൾ തീരെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ്. അതേ അവസരത്തിൽ AP വിഭാഗം എന്നത് സുന്നികൾ അല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമല്ല. അവർ മുജാഹിദ് പോലെ, ജമാഅത്ത് പോലെ, അല്ലെങ്കിൽ മറ്റു ഖാദിയാനി പോലെ മറ്റൊരു വിഭാഗമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP അതുപോലെയുള്ള CPM തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളെ മുസ്ലിം ലീഗ് തീരെ അംഗീകരിക്കാത്ത പാർട്ടിയല്ലേ? ആണ്. വേറെ ആശയപരമായി യാതൊരു യോജിപ്പില്ലാത്ത പാർട്ടിയാ. അതേസമയം ആ പാർട്ടികളെ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്. INL ക്ഷണിക്കുവോ മുസ്ലിം ലീഗ്? ചോദ്യം, INL ക്ഷണിക്കുവോ? ആ രാഷ്ട്രീയ സംഘടന നടത്തുന്ന പരിപാടികളിൽ CPMന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ BJPയുടെ പോലും പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ട്. ചില സിമ്പോസിയങ്ങളും സെമിനാറുകളും ചർച്ചയ്ക്ക് ക്ഷണിക്കാറുണ്ട്. അതേസമയം അവർ അങ്ങേയറ്റം ഇസ്ലാമുമായും മുസ്ലിമുമായി അകന്നു നിൽക്കുന്ന പാർട്ടിക്കാരെ മതനിഷേധികളായ ആളുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളും നേതാക്കളും വരെയുണ്ട്. അത്തരം ആളുകൾ ക്ഷണിക്കാറുണ്ട്. അതേസമയം തികച്ചും ഇസ്ലാമിന്റെ ഒറിജിനൽ ആളുകളായ നമ്മുടെ ചില മഹല്ലുകളെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരായ ഒറിജിനൽ മുസ്ലിങ്ങളായ ആളുകളുള്ള INLന്റെ ആളുകളെ എന്തുകൊണ്ട് ഈ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ എതിർക്കാനല്ല. സ്വാഭാവികമായും മുസ്ലിം രാഷ്ട്രീയ ശക്തിയെ തകർക്കാൻ വേണ്ടി അകത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിലോമകാരികളെ, വിഘടിത ശക്തികളെ എന്തർത്ഥത്തിനും എതിർത്ത് പരാജയപ്പെടുത്തി തോൽപ്പിക്കലും അവരോട് സഹകരിക്കാതിരിക്കലും സ്വാഭാവികമായും മുസ്ലിം ലീഗ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി നേതാക്കൾക്ക് അങ്ങനെ ആഗ്രഹിക്കൽ സ്വാഭാവികമാണ്. അവർ ആഗ്രഹിക്കും. അതുകൊണ്ട് INL മാറ്റി നിർത്തുന്നു. ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തുന്നതിൽ സജീവ പങ്കാളിത്തം വഹിച്ച ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി പിടിച്ചു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആദർശപരമായി തകർക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത എന്ന മേമ്പൊടി ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തെ തകർക്കാനുള്ള ചാരപ്രവർത്തനം നടത്തുന്ന കാന്തപുരം നിസ്സാര പ്രശ്നമായി കാണാൻ പാടില്ല. ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പെന്താ? ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പ് ആലിമീങ്ങളോടുള്ള മതിപ്പാ. ആലിമീങ്ങളെ ആരെന്തൊക്കെ മുജാഹിദ് എത്ര പ്രസംഗിച്ചിട്ടെന്താ, ജമാഅത്ത് എത്ര പ്രസംഗിച്ചിട്ടെന്താ? സുന്നിന്റെ ആലിമീങ്ങളെ കണ്ടാൽ, അവരുടെ ജീവിത രീതി കണ്ട, അവരെ തഖ്വ കണ്ടാൽ, അവരെ ഭക്തി കണ്ട, അവരെ ഇസ്ലാമിക് സ്പിരിറ്റ് കണ്ട, എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഇതന്നെയാണ് സ്വാലിഹീങ്ങൾ ജനങ്ങൾ പറയുന്നു, വിശ്വസിക്കുന്നു. കാന്തപുരം എന്താ ചെയ്ത്? കാന്തപുരത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല. ഇത് ഒരു ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചാലും വാള്യകൾ വേണ്ടി തരത്തില്ല. ഏറ്റവും അവസാനം ഇപ്പൊ കാന്തപുരം 5 കോടി രൂപ ഒരു മഹത്തായ സ്ഥാപനവും പള്ളിയും ബാങ്കിൽ പലിശക്ക് പണയം വെച്ചിട്ട്, സ്വന്തം മകന് വേണ്ടി പണയം വെച്ചിട്ട് കോടികൾ ഇവിടെ പലിശയാക്കി കടെടുത്തു എന്ന് പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ നായകനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ചെയ്തത്. ആ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിച്ചാൽ ഇത് വെച്ചിട്ട് മാത്രം, കാരണം സുന്നിന്റെ നേതാവ് ഇദ്ദേഹം എങ്ങനെ ചെയ്യണേ? സുന്നികൾ പോക്ക, ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് അകത്ത് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ദുശക്തിയാണ് കാന്തപുരത്തിന്റെ ഈ വിഘടിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് INL എതിർക്കാൻ മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്യുന്നോ അതിലപ്പുറം ഇത് മതപരമായ കാര്യമായതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ കാന്തപുരത്തിന് എതിർക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യും. അതേസമയം മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പരിപാടികളിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മൊത്തം മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടി ആയതുകൊണ്ട് അവരെ ചടങ്ങുകൾ പങ്കെടുക്കുന്നു, പ്രത്യേകിച്ചും മന്ത്രിമാർക്ക്. ഇത് ഇത്തരം ഒരാളായതുകൊണ്ട് ഇവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും, ഇന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രിമാർ പോലും കാരന്തൂർ മർക്കസ് എന്ന ഈ വലിയ കേന്ദ്രത്തിൽ ഇന്നുവരെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തേ പങ്കെടുക്കാത്ത? പാർട്ടി സമീപന, സമസ്ത കേരള ജംഇയ്യത്തുൽ താല്പര്യ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിന്റെ ദുരൂഹത ആർക്കും, അതിന്റെ അവ്യക്തത ആർക്കുമുള്ള വിഷയമല്ല, ദുരൂഹതയുള്ള വിഷയമല്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.